Hi all, Renit X-ray chapter wise analysis chemistry P block element in the chapter question P block element one question Renit exam boron family. P block group 13 group boron family question statement question statement aluminium has 5 valence orbitals. Boron family boron element aluminium third period okay. Third period valence orbitals side 3s 3p 3d available 3d vacant available valence orbitals ennu parayumbo avade 3s undu 3p undu 3d undu idellam kude add cheyyumbom s ennu parna oru single orbital aanu p means px py pz മൂന്ന് orbitals ഉണ്ട് d orbital ആണെങ്കിൽ 5 ആണ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 9 ആണ് അപ്പോൾ വാലൻസ് ഓർബിറ്റൽസിന്റെ എണ്ണം 5 ആണോ അല്ല 9 വാലൻസ് ഓർബിറ്റൽസ് അലൂമിനിയത്തിനുണ്ട് ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നു ബോറോൺ ഹാസ് മാക്സിമം കോവാലൻസി 4 ബോറോണിന്റെ വാലൻസ് ഓർബിറ്റൽസ് നമ്മൾ നോക്കിയാലോ തീർച്ചയായിട്ടും സെക്കൻഡ് പീരീഡ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ 2s ഉം 2p യുമാണ് s എന്ന് പറഞ്ഞാൽ 1 ഓർബിറ്റലും p എന്ന് പറഞ്ഞാൽ 3 ഓർബിറ്റലുമാണ് അതുകൊണ്ട് മാക്സിമം വാലൻസ് ഓർബിറ്റൽസ് 4 ആയിരിക്കും അങ്ങനെയുള്ളപ്പോൾ കോവാലൻസി അല്ലേ എത്ര പേരുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും 4 പേരുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന കമ്പൈനിങ് കപ്പാസിറ്റി അതാണ് ഈ കോവാലൻസി എന്ന് പറയുന്നത് അപ്പോൾ BF4- എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അയോൺ ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ NCERT യിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ബോറോണിന്റെ മാക്സിമം കോവാലൻസി നോർമലി 3 ബോണ്ടുകളായിരിക്കും ഫോം ചെയ്യുന്നത് എന്നാൽ മാക്സിമം ഇതിന് 4 ബോണ്ട് വരെ ഫോം ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ മാക്സിമം കോവാലൻസി 4 ആണ് എന്ന് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ് ഇനി തേർഡ് ഓപ്ഷനിലേക്ക് നമ്മൾ പോകുവാണെങ്കിൽ തേർഡ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ബെറിലിയം ഹാസ് 3 വാലൻസ് ഓർബിറ്റൽസ് ബെറിലിയം നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എസ് ബ്ലോക്ക് എലമെന്റിൽ വരുന്ന സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് ആണ് ബെറിലിയം ഇതിന് വാലൻസ് ഓർബിറ്റൽസ് 3 അല്ല അതിനും 4 ആണ് കാരണം സെക്കൻഡ് പീരീഡ് ആണെങ്കിൽ 2s ഉം 2p യും അവൈലബിൾ ആണ് അപ്പോൾ 4 വാലൻസ് ഓർബിറ്റൽസ് എന്ന് പറയാം പിന്നെ മഗ്നീഷ്യം ബെറിലിയത്തിന് താഴെ സെക്കൻഡ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആളാണ് മഗ്നീഷ്യത്തിന്റെ കോവാലൻസി മഗ്നീഷ്യത്തിന് ഫോം ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബോണ്ടുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 6 ആണ് മഗ്നീഷ്യം ഹെക്സ അതായത് വാട്ടറുമായിട്ടൊക്കെ ബോണ്ട് ചെയ്യുമ്പോഴത്തേക്കും 6 വാട്ടർ മോളിക്യൂൾസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നിർത്തുന്ന കോർഡിനേഷൻ നമ്പർ 6 വരുന്ന തേർഡ് പീരീഡിലെ എലമെന്റ് ആണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ് ഇതുപോലെ വേറൊരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്